കേരളത്തിലെ കീമിന് കീഴിൽ വരുന്ന ബിഫാം കോഴ്സുകളുടെ റൗണ്ടുകൾക്കൊക്കെ ശേഷം വരുന്ന സീറ്റുകൾ, അതായത് വേക്കൻസി വരുന്ന സീറ്റുകളുടെ അലോട്ട്മെൻറ്റ് നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഓൺലൈൻ ഓപ്ഷൻസ് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ആണിത്. ഇതിൽ ഓൾറെഡി നോക്കുക, c.kerala.gov.in എന്നാണ്, അല്ലെങ്കിൽ ആ സൈറ്റിലാണ് നിങ്ങൾ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യേണ്ടത്. ഇതിനുള്ള സമയം ഒക്ടോബർ 5 തീയതി രാവിലെ 11 മണി വരെ മാത്രമാണ്. ഒക്ടോബർ 5 തീയതി രാവിലെ 11 മണി വരെ. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് കീമിൽ നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ കയറുക, നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഒക്കെ കൊടുത്ത് കയറി, എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ ഒരു ലിങ്ക് ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. അതായത് കേരളത്തിലെ ബിഫാമിൻ്റെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട കുട്ടികൾക്കാണ് ഇതിനുള്ള ഫെസിലിറ്റി. കേരളത്തിലെ കീം പബ്ലിഷ് ചെയ്ത ബിഫാമിൻ്റെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് ഇത് ചെയ്യാം. ഇനി അതിൻ്റെ ഡേറ്റ് ഷെഡ്യൂൾ നോക്കുക. 3/10/2024 ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. 5/10 രാവിലെ 11 മണി കൊണ്ട് അതിനുള്ള ഫെസിലിറ്റി അവസാനിക്കുന്നു. 5/10/2024 ഫൈനൽ അലോട്ട്മെൻറ്റ് ഉണ്ടാവും. അതായത് 5/10 രാവിലെ 11 മണിക്ക് രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ അന്നേ തന്നെ, അല്ലെങ്കിൽ അന്നേ ദിവസം തന്നെ ഫൈനൽ അലോട്ട്മെൻറ്റ് വരും. 6 തീയതി തുടങ്ങി 8 തീയതി വരെയുള്ള സമയങ്ങൾക്ക് നിങ്ങൾക്ക് കോളേജിൽ ജോയിൻ ചെയ്യാം. ഇനി കുട്ടികൾക്ക് അവരുടെ ഓപ്ഷൻസ്, കോഴ്സ്, കോളേജൊക്കെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കാം. ബിഫാം മാത്രമാണ് നിങ്ങളുടെ കോഴ്സും കോളേജും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഓർഡർ ചെയ്ത് കൊടുക്കാം. ഇപ്പം നിലവിലുള്ള വേക്കൻസികളും അതേപോലെ ഇനി വരാനുള്ള വേക്കൻസികളും ഒക്കെ, അതായത് ഈ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൻ്റെ ഇടയിൽ നടക്കുന്ന രജിസ്ട്രേഷൻ്റെ സമയത്തൊക്കെ വരുന്ന വേക്കൻസികളൊക്കെ ഇങ്ങനെ തന്നെ ഫില്ല് ചെയ്ത് പോകും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടിയാൽ പോകുമെന്നുറപ്പുള്ള കോളേജുകളും ഒക്കെ അതിൽ തന്നെ ഒരു ഓപ്ഷൻ, ഹയർ ഓപ്ഷൻ അനുസരിച്ച് കൊടുക്കണം. നിങ്ങൾക്ക് കിട്ടിയാൽ, അല്ലെങ്കിൽ കിട്ടണം എന്ന ആഗ്രഹമുള്ളത് ആദ്യം വയ്ക്കുക. അതിൽ കിട്ടിയില്ലെങ്കിൽ മാത്രം രണ്ടാമത്തെ ഓപ്ഷൻ ആ ഓർഡറിൽ വയ്ക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഒരു കോഴ്സ് നിങ്ങൾക്ക് അലോട്ട് ചെയ്താൽ, അതായത് ബിഫാം നിങ്ങൾക്കൊരു കോളേജിൽ അലോട്ട് ചെയ്താൽ നിർബന്ധമായിട്ടും ആ അലോട്ട്മെൻറ്റ് എടുക്കണം. ഇനി അങ്ങനെ എടുത്തില്ലെങ്കിൽ നിങ്ങളെ ബാക്കിയുള്ള അലോട്ട്മെൻറ്റുകളിൽ നിന്ന്, ഇനി വരുന്ന സ്പോട്ടിൽ നിന്നൊക്കെ ഒഴിവാക്കും. അപ്പോൾ അതും ശ്രദ്ധിക്കണം. ഇനി നിങ്ങൾക്കൊരു കോളേജിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളവിടെ ഫീസ് അടയ്ക്കണം. ഫീസ് അടച്ച് ഈ പറഞ്ഞ ഡേറ്റിനുള്ളിൽ നിങ്ങളവിടെ ജോയിൻ ചെയ്യണം. ഈ ജോയിനിങ് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യില്ല. അതേപോലെ ഇതിന് ശേഷം വരുന്ന റിമൈനിങ് വേക്കൻസീസ്, ഇനി ഒരു വേക്കൻസി ഉണ്ടായില്ല, അതായത് ഈ റൗണ്ടിന് ശേഷം 5 തീയതിക്ക് ശേഷം ഈ ജോയിനിങ് 8 തീയതി വരെയുള്ള ജോയിനിങ്ങിന് ശേഷം ഒരു സീറ്റ് വന്നാൽ, അല്ലെങ്കിൽ വേക്കൻസി വന്നാൽ, അത് സ്പോട്ട് അലോട്ട്മെൻറ്റിലൂടെ ആയിരിക്കും ഫില്ല് ചെയ്യുക. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ് വരുന്ന മുറയ്ക്ക് ഞാൻ കമ്മ്യൂണിറ്റിയിൽ ഇടാം. അതേപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഡേറ്റ് എക്സ്റ്റൻഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിലും കമ്മ്യൂണിറ്റിയിൽ ഇടാം. ആ കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞാൻ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.